ചലച്ചിത്ര നിർമ്മാതാവ് കെ വെങ്കട് നാരായണിയെ ഡൽഹിയിലെ തമിഴ്നാട് സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി നിയമിച്ച മുഖ്യമന്ത്രിയുടെ നടപടി തമിഴ്നാട്ടിൽ കടുത്ത രാഷ്ട്രീയ വിവാദത്തിന് വഴിവെച്ചിട്ടുണ്ട്. സ്വന്തം സിനിമയുടെ നിർമ്മാതാവിന് തമിഴ് ജനതയുടെ ചെലവിൽ രാഷ്ട്രീയ പുനരധിവാസം ഉറപ്പാക്കിയ മുഖ്യമന്ത്രിയുടെ ഈ തീരുമാനം കണ്ണും പൂട്ടി നോക്കി നിൽക്കാനാവില്ലെന്നാണ് തമിഴ് ജനത പറയുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രിയും TVK മേധാവിയുമായ വിജയ് ഒടുവിൽ അഭിനയിച്ച ജനനായകൻ എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവാണ് കെ വെങ്കട് നാരായണ. തമിഴ്നാട് ചീഫ് സെക്രട്ടറി M സായ്കുമാർ ജൂൺ 23-നാണ് വിവാദപരമായ ഈ ഔദ്യോഗിക ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചത്. വെങ്കട് നാരായണ ചുമതലയേൽക്കുന്ന തീയതി മുതൽ പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ 1 വർഷത്തെ താൽക്കാലിക കാലാവധിയിലാണ് ഈ പുതിയ പദവി വെച്ചു വിളമ്പിയിരിക്കുന്നത്. തമിഴ്നാട് സംസ്ഥാനത്തിന്റെ വിവിധ ആവശ്യങ്ങൾക്കും പദ്ധതികൾക്കുമായി കേന്ദ്ര സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുക എന്നതാണ് ഈ നിയമനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡൽഹിയിലെ കേന്ദ്ര ഓഫീസുകൾ, വിവിധ മന്ത്രാലയങ്ങൾ, തമിഴ്നാട് സർക്കാർ എന്നിവയ്ക്കിടയിൽ ഒരു സുപ്രധാന നയതന്ത്ര പാലമായി ഇദ്ദേഹം പ്രവർത്തിക്കുമെന്ന് സർക്കാർ ഉത്തരവിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ നിയമനത്തിന്റെ കൃത്യമായ നിബന്ധനകളും വ്യവസ്ഥകളും പിന്നീട് മാത്രമേ പുറപ്പെടുവിപ്പിക്കൂ എന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ പ്രദർശനാനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് ജനനായകൻ സിനിമയുടെ റിലീസ് അനിശ്ചിതമായി നീളുന്നതിനിടയിലാണ് നിർമ്മാതാവിന് ഈ അപ്രതീക്ഷിത പദവി ഒത്തുകിട്ടിയതെന്നതും ശ്രദ്ധേയമാണ്. വിജയ് പൂർണ്ണ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപേയുള്ള അവസാന ചിത്രമെന്ന സവിശേഷതയോടെ വിനോദ് സംവിധാനം ചെയ്ത അനിരുദ്ധ് രവിചന്ദ്രൻ സംഗീതം ചെയ്ത ചിത്രമാണിത്. കഴിഞ്ഞ ഏപ്രിലിൽ ഈ ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് ഓൺലൈനിൽ ചോർന്നതും തമിഴ്നാട് സൈബർ ക്രൈം വിംഗ് 16 പേരെ അറസ്റ്റ് ചെയ്തതും വലിയ വാർത്തയായിരുന്നു. സിനിമ തിയേറ്ററുകളിൽ എത്തിക്കാനുള്ള അണിയറ പ്രവർത്തനങ്ങൾ തുടരുന്നതിനിടയിലാണ് ഈ രാഷ്ട്രീയ നിയമനം നടന്നിട്ടുള്ളത്. നേരത്തെ തമിഴ്നാട്ടിൽ സർക്കാർ ഉണ്ടാക്കാൻ അവകാശവാദം ഉന്നയിച്ച വിജയ് ഗവർണർ വിശ്വനാഥ് ആർലേക്കറെ കണ്ടപ്പോഴും നിഴലായി വെങ്കട് നാരായണ ഒപ്പമുണ്ടായിരുന്നു. വെങ്കട് നാരായണ കർണാടക സ്വദേശിയാണ് എന്നതാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഉയർത്തിയിരിക്കുന്നത്. തമിഴ്നാടിന്റെ ഔദ്യോഗിക പ്രതിനിധിയായി അയൽ സംസ്ഥാനക്കാരനായ ഒരു കർണാടകക്കാരനെ നിയമിച്ചതിനെതിരെ BJP കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. ഈ നിയമനം തമിഴ് ജനതയോടുള്ള കടുത്ത അവഹേളനമാണെന്നും ഉത്തരവ് എത്രയും വേഗം റദ്ദാക്കണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ നയിനാർ നാഗേന്ദ്രൻ ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ചലച്ചിത്ര രംഗത്ത് വൻ നിക്ഷേപങ്ങളുമായി മുന്നേറുന്ന കർണാടക സ്വദേശിയായ നിർമ്മാതാവിന് തമിഴ്നാട് ഭരണകൂടം നൽകിയ ഉന്നത പദവി വരും ദിവസങ്ങളിലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നുറപ്പ്.